ആ ക്ലിപ്പ് കൊടുക്കാനുള്ളത് അവരുടെ കഴിവ്. എന്നാലും വെറുതെ PR ചെയ്താൽ ആരും ജയിക്കൂല. അതെനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ എന്തായാലും from the day she started in Big Boss, what I felt is she was a targeted person. അവളെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു എല്ലാവരും അവിടെ കളിച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ പറയുന്നു. ശരിക്കും do you think that Anmol is deserving for this? She deserves to win. Okay. നമസ്കാരം. ഇന്നും ബിഗ് ബോസ് സംബന്ധമായ ഒരു വീഡിയോ തന്നെയാണ്. വേറെ പല കണ്ടന്റിന് വേണ്ടി സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു കണ്ടന്റ് റെലവന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റും വരാത്തത് കൊണ്ട് വീണ്ടും നമ്മൾ ഈ കണ്ടന്റ് തന്നെ എടുക്കാൻ നിർബന്ധിതനാകുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടന്റ് ചെയ്തത്. ഇത് കുറച്ച് റെലവന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ചെയ്യാമെന്ന് കരുതി. അനുമോളുമായി ബന്ധപ്പെട്ട കണ്ടന്റ് തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ, ഇനിയും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കൂ എന്നാണ് പറയേണ്ടത്. അപ്പോ ഈ പറയുന്ന നമ്മളെല്ലാവരും പറയും പോലെ, പഴഞ്ചൊല്ല് പോലെ, പശുവും ചെത്തു ഈ പറയുന്ന മോരിന്റെ പുളിയും മാറി, എന്നിട്ടും ചിലർക്ക് മോങ്ങൽ ഇതുവരെക്കായിട്ടും തീർന്നിട്ടില്ല എന്ന് പറയും പോലെ കുറച്ചെണ്ണം ഇപ്പോഴും ഈ പറയുന്ന അനുമോളുടെ വിജയം അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ ഇപ്പോഴും ചാനലുകളോളം കയറി ഇറങ്ങി കിടന്ന് മോങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ RJ ബിൻസിയുടെ കേസ് ആണെങ്കിൽ ഇത് എന്തോ ഒരു വലുത് വരാനിരിക്കുന്നു എന്നാണ് എനിക്ക് RJ ബിൻസിയുടെ അടുത്ത് പറയാനുള്ളത്. ഇങ്ങനെ പോയി എന്തോ ഒരു വലുത് പിന്നെ RJ ബിൻസിക്ക് വരാനിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. PR കൊണ്ടാണ് ജയിച്ചത്. എന്റെ ചാച്ചന്റെ ആട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ബിൻസിയെക്കാളും ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രശസ്തിയിലേക്ക് അല്ലെങ്കിൽ കുറച്ച് എന്താ പറഞ്ഞാൽ റീച്ച് ആയത്, അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഒരു സെലിബ്രിറ്റി മൂഡിലേക്ക് എത്തിയ മറ്റാരുമല്ല, അത് നമ്മുടെ ചാച്ചനാണ്. ചാച്ചനും ചാച്ചന്റെ ആട്ടയുമാണ് കൂടുതൽ പേരിലേക്ക് എത്തിയത് എന്നെനിക്ക് പറയേണ്ടതായിട്ട് വരും. എന്തായാലും ചാച്ചന്റെ ആട്ടയെ കുറിച്ചൊക്കെ വളരെ എന്താണ് അഭിമാനത്തോട് പറഞ്ഞ ബിൻസി ഇപ്പോൾ ചാച്ചന്റെ ആട്ട എന്നാരോ പറഞ്ഞത് തന്നെ നമ്മളെ മസ്താനി പറഞ്ഞത് തന്നെ വളരെ ക്ഷീണമായി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന എന്താണ് ഇന്റർവ്യൂവിൽ കയറി ഇറങ്ങി അനുമോളുടെ കുറ്റം മാത്രം പറയുക എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എന്തോ ഒരു മാനസിക രോഗത്തിന് അടിമയായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നോട്ട് ദ പോയിന്റ്. ഇത് വലിയ എന്തോ വലുത് വരാൻ കിടക്കുന്നു എന്നുള്ളത്. അത് ബിൻസി അവിടെ കിട്ടും. പിന്നെ ബിന്നിക്ക് പിന്നെ കരച്ചിലെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ് ബിന്നി. നമ്മുടെ ഡോക്ടർ ബിന്നി ചില സമയത്തൊക്കെ വന്ന് കരഞ്ഞ് മെഴുകി. കാരണം അത്രയ്ക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ, നമ്മൾ ജയിച്ചല്ലോ എന്നുള്ള ഫ്രസ്ട്രേഷനിൽ കരഞ്ഞ് മെഴുകിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ലേഡി ബിഗ് ബോസ് ആയ ഷാരിക, എന്റെ അമ്മയാണ്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ പറയാം ലേഡി സരോജ് കുമാർ അല്ലെങ്കിൽ മിസ്സിസ് സരോജ് കുമാർ എന്ന് വരെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സ്വയം പൊങ്ങിയായി മാറിയിട്ടുണ്ട് ഈ പറയുന്ന ഷാരിക. നാണോ മാനവില്ല ഇവര് വിചാരിക്കുന്നത്. അതായത് അവരെ ഒഴിച്ച് തുടക്കം, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വീക്കിൽ അല്ലെങ്കിൽ ഫോർത്ത് വീക്ക് വരെ പോയവരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ്. ബാക്കി എല്ലാവരും വേസ്റ്റുകളാണ് എന്നുള്ളത്. ബാക്കിയെല്ലാം വേസ്റ്റ് ആണ് എന്നാണ് നമ്മുടെ ഷാരികയുടെ പ്രസ്താവന. ഷാരികയുടെ ഓരോ ഇന്റർവ്യൂ കാണുമ്പോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അവരെന്തോ മറ്റവളാണ് എന്നുള്ള രീതിയിലാണ്, ഞാനെന്തോ ആണ് എന്നുള്ളത്. ഇത് ആരാണ് ഈ ഒരു ഇങ്ങനെ ഒരു അബദ്ധം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത ഇവരുടെ മനസ്സിലേക്ക് കൊണ്ടിട്ടതെന്ന് എനിക്കറിയത്തില്ല. അതായത് അന്നൊക്കെ ഇവർ ഔട്ടായപ്പോൾ കുറച്ചുപേര് പറഞ്ഞായിരുന്നു അവരല്ല പോവാനുള്ളത്, അതിനെക്കാട്ടി വേസ്റ്റ് ആയിട്ടുള്ള 1-2 പേരുണ്ട്. സത്യം തന്നെയാണ്, അവർ പോകുന്നതിന് മുമ്പ് 1-2 വേസ്റ്റുകൾ അത് എല്ലാ സീസണിലും ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഒരാഴ്ചയും കൂടി ചിലപ്പോൾ സർവൈവ് ചെയ്തിട്ട് അവർ പറഞ്ഞിട്ട് ഞാൻ PR കൊടുത്തിരുന്നെങ്കിൽ 95 ദിവസം വരെ നിൽക്കുമായിരുന്നു, കോപ്പ് കോടിക്കണക്കിന് നിങ്ങൾ ചെലവാക്കിയാലും ഇത്രയേ ഉള്ളൂ. ജനങ്ങൾ ഇതോടെ ഈ പറയുന്ന ഹോട്ട് സീറ്റ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ജനങ്ങളുമായിട്ട് ഈ പറയുന്ന ഒരു എന്താണ് ഒരു ഇമോഷണൽ കണക്ഷൻ നേടിയെടുക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇമോഷണൽ കണക്ഷൻ നേടിയെടുക്കാൻ അത് ഒരു തരത്തിൽ അവരുടെ ബുദ്ധിയും കൂടിയാണ്. ഈ പറയുന്ന ജിൻഡോ ആയിക്കോട്ടെ, ഈ പറയുന്ന നമ്മുടെ ദിൽഷ ആയിക്കോട്ടെ, ഈ പറയുന്ന അനുമോൾ ആയിക്കോട്ടെ, അവരൊക്കെ ജയിച്ചിൽ അവരുടെ ബുദ്ധിയുണ്ട്. നമ്മൾ വിചാരിക്കും പൊട്ടിപ്പെണ്ണാണ് നിങ്ങൾ വിചാരിക്കും, പക്ഷെ പൊട്ടികളൊന്നും അല്ല അവരൊന്നും. അവർക്കൊക്കെ നല്ല ബുദ്ധി പ്രയോഗിച്ച് കളിക്കുന്ന മനസ്സിലാവും. അത് ചില കളികൾ ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ മനസ്സിലാവും. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ പറയുന്ന അനുമോളുടെ കേസിൽ അനുമോളിനെ ഈ പറയുന്ന ലാലേട്ടൻ വന്ന് പറഞ്ഞ നാണമില്ലേ എന്ന് പറഞ്ഞ അതേ ലാലേട്ടന്റെ നാവ് കൊണ്ട് ഐ ലവ് യു എന്ന് പറയിപ്പിക്കണമെങ്കിൽ അതൊരു ബുദ്ധിയാണ്, മനസ്സിലായോ? അത് എന്നെ ഇങ്ങനെ ആക്ഷേപിച്ച ആ പുള്ളിയുടെ വായിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അവരുടെ ആ ബുദ്ധി അവരവിടെ പ്രയോഗിച്ചു എന്നുള്ളതാണ്. അവസാനം ഈ പറയുന്ന നമ്മുടെ അനീഷ് ഒരു പ്രപ്പോസൽ നടത്തിയപ്പോഴും അതിനെ കൈകാര്യം ചെയ്ത വിധം അതും ബുദ്ധിയാണ്. പ്രേക്ഷകർ എങ്ങനെ ചിന്തിക്കും, പ്രേക്ഷകർ ഇതിനെ എങ്ങനെ എടുക്കുമെന്ന് അവർ മുൻകൂട്ടി അവർക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും പോലെ മന്ദബുദ്ധികളല്ല ഇവരാരും, ഇവർക്ക് ബുദ്ധി കൂടുതലുണ്ട്. അത് കൂടുതൽ പ്രേക്ഷകർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ള
ഉള്ളത് കൊണ്ടാണ്. അവസാനം റീ എൻട്രികൾ വന്ന് എവിടെ ഇങ്ങനെ ഈ ബിൻസിയൊക്കെ ഇപ്പം കടന്നുകൊണ്ട് ഭയങ്കര വീരവാദം. ഞാൻ പറഞ്ഞു അവരൊന്നും മിണ്ടാതിരുന്നു, അവരൊന്നും നാവടഞ്ഞു പിന്നെ ഇറങ്ങിപ്പോയില്ലേ, തിരിച്ചൊന്നും പറയാൻ അവർക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കുന്ന ബിൻസി മനസ്സിലാക്കാനുള്ളത് മറ്റൊന്നുമല്ല, അവൾ അവിടെ മിണ്ടാതിരുന്ന അവൾക്കറിയാം, മിണ്ടാതിരുന്ന് കഴിഞ്ഞാലേ എനിക്കിവിടെ ഗുണമുള്ളൂ എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട്. അതേസമയം നിങ്ങളെയും കാട്ടി ബുദ്ധിയുള്ളവരാണ് അവര്. അതുകൊണ്ടാണ് അവർക്ക് കിരീടം ഇപ്പൊ അവരുടെ തലയിൽ ഇരിക്കുന്നതും. നിങ്ങളിപ്പം തേരാപ്പാര നടന്ന് ഇങ്ങനെ കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് അവരെയൊക്കെ എന്ത് ചെയ്യണം, പ്രാഗിക്കൊണ്ട് ശപിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ കരഞ്ഞ് മെഴുകിക്കൊണ്ട് നടക്കുന്നതും. അവരിപ്പോൾ അവരുടെ ജോലിയുമായി ചേർന്നുകൊണ്ട് അവർ ഇതുവരെക്കായിട്ടും ഈ പറയുന്ന അനുമോളായിക്കോട്ടെ, ഇതുവരെക്കായിട്ടും എവിടെയെങ്കിലും നിങ്ങളെക്കുറിച്ച്, ഇതും ഏറ്റവും വലിയ ബുദ്ധിയാണ്. ഇപ്പൊ പുറത്തിറങ്ങി ഈ പറയുന്ന വീട്ടിനകത്തുണ്ടായിരുന്നപ്പോഴും അനുമോൾക്ക് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ക്ലെവറായിട്ട് കളിച്ചത് അവൾ തന്നെയായിരുന്നു. പുറത്തിറങ്ങിയിട്ടും ഏറ്റവും കൂടുതൽ ക്ലെവറായിട്ട് കളിക്കുന്ന അവൾ തന്നെയാണ്. കാരണം ഇതുവരെ ഇത്രയും വിവാദങ്ങൾ അവൾക്കെതിരെ വരും, നിങ്ങൾ ഇതൊക്കെ ഇത്രയും ആൾക്കാർ ആക്ഷേപിക്കുന്നു, ആരോപണങ്ങൾ ഉയർത്തുന്നു, ഇതൊക്കെ ചെയ്ത് കമാന്നൊരു അക്ഷരം ഉണ്ടാകുക, അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ്. അത് ഞാൻ അവിടെ വെച്ച് വിട്ട് പറയാനുള്ളവർ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തൊഴിൽ എന്താണോ, തന്റെ കരിയറുമായിട്ട് മുന്നോട്ട് പോകുന്ന അവളാണ് ഏറ്റവും വലിയ ബുദ്ധിമതി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ കിടന്ന് പുലമ്പുന്ന, ഈ കിടന്ന് കരഞ്ഞു മെഴുകുന്നവർക്കാണ് ഒരു 5 പൈസയുടെ ബുദ്ധി ഇല്ലാത്തതെന്നും എന്തുകൊണ്ടാണ് അവൾക്ക് ആ കപ്പ് കിട്ടിയതും എന്നുള്ളത് എന്നിന്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവരും ഈ പറയുന്ന എന്താണ് PR കൊണ്ടാണ് ജയിച്ചത് സത്യം പറഞ്ഞാൽ കരഞ്ഞു മെഴുകയാണ്, കരഞ്ഞു മെഴുകയാണ്. നിങ്ങൾ ഇപ്പോഴും നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴും ചില ചാനലുകളിൽ ഈ പറഞ്ഞതുപോലെ പോൾ ഇടുന്നുണ്ട്. അതായത് ഈ നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞു, റിസൾട്ട് കഴിഞ്ഞു, അതിനുശേഷം ആഴ്ചകൾക്കപ്പുറം വീണ്ടും പോളുകൾ ഇടുന്നുണ്ട്. ആ പോളിൽ പോയി നോക്കിയേക്ക്, ആ പോള് പോലും ഇപ്പോഴും 10-20%, ലക്ഷക്കണക്കിന് വോട്ട് ഇപ്പോഴും അതിനകത്ത് വീഴുന്നുണ്ട്. ലക്ഷക്കണക്കിന് വോട്ട് അതിനകത്ത് വീഴുന്നുണ്ട്. അതിലും 10-25% ഈ ലീഡാണ് അനുമോള്. PR ആണെങ്കിൽ ഈ ലീഡ്, ഈ ലക്ഷങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള പിന്നെ സാമാന്യ ബുദ്ധി പോലും നിങ്ങൾക്ക് ഇല്ലാതായി പോയി എന്നുള്ളതാണ്. ഇവിടെ ഒരു പരിധി വരെ ഈ പറയുന്ന അനുമോൾക്ക് എന്തുകൊണ്ട് പിന്നീട് കൂടുതൽ എവിടെയെങ്കിലും പോകുമ്പോൾ അത്രയ്ക്കുള്ള ഹ്യൂജ് ആയിട്ടുള്ള ആളുകൾക്കാർ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുമോളുടെ ഇഷ്ടപ്പെടുന്നവർ മൊത്തം ഈ പറയുന്ന ഈ കുടുംബ പ്രേക്ഷകരാണ്. കുറച്ച് ടീനേജ് അല്ല, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണ് അവരുടെ ആ ഒരു മാനസിക സ്ഥിതി മനസ്സിലാവുന്നത്. മറ്റേ നേരെ മറിച്ച് അനീഷിനാണെങ്കിൽ കുറച്ച് ടീനേജ് പയ്യന്മാരാണ്. പയ്യന്മാരുടെ 10ാം ക്ലാസ് +1 പഠിക്കുന്ന പയ്യന്മാരാണ് ഏറ്റവും കൂടുതൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ സുജിത് ഭക്തന്റെ ഭാര്യ ആയിക്കോട്ടെ, നമ്മുടെ ഈഗിൾ ഗെയിം നിങ്ങൾക്ക് അറിയാമല്ലോ. ഈഗിൾ അല്ലെങ്കിൽ നമ്മുടെ ഗെയിം സ്ട്രീം ചെയ്യുന്നവരുടെ ഇടയിൽ ഒരു വെറൈറ്റി ആയിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈഗിൾ ഗെയിം അല്ലേ. അതായത് തൊപ്പി ആയിക്കോട്ടെ, നമ്മുടെ സായിപ്പ് ആയിക്കോട്ടെ, അതിന്റെ കൂടെയുള്ള ഈഗിൾ ഗെയിം. അതിനകത്ത് ഞാൻ ഇന്നലെ ഒരു ക്ലിപ്പ് കണ്ടായിരുന്നു. അവൻ അതിനകത്ത് ഈ പറയുന്ന PR വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കേൾക്കാം. ഓക്കെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്, ഈ PR എന്ന് പറയുന്ന സാധനം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഇത് തമ്മിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിച്ചത് ഈ വർഷമാണ്. അതായത് ഇൻസൈഡിലെ സാധനം അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിനക്ക് PR എന്ന് പറഞ്ഞ് ഇത് എന്നൊക്കെ ഇത് ബിഗ് ബോസിൽ മാത്രമാണ് PR ഉള്ളതെന്നാണ് നിങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്? ഗൈസ്, എല്ലാവർക്കും PR ഉണ്ട്. സിനിമ നടന്മാർക്ക്, നടിമാർക്ക്. ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഓൺലൈൻ മീഡിയ ചാനൽസ് ഒക്കെ എയർപോർട്ടിന്റെ വെളിയിൽ സിനിമ നടന്മാര് വരുമ്പോ പോയി ഫോട്ടോ എടുക്കുന്നത്? ഇത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന നടന്മാരും നമ്മുടെ നാട്ടിലുണ്ട്, സ്ക്രീൻ പ്രസൻസിന് വേണ്ടി. മനസ്സിലായ? PR ഒക്കെ എല്ലായിടത്തും ഉണ്ടറാ. ഇത് ഈ വർഷമാണ് ഇതിനകത്ത് വന്നതെന്നുള്ളൂ. എത്രയൊക്കെ PR ചെയ്താലും കുറച്ചൊക്കെ കഴിവൊക്കെ വേണം. എന്നാലേ ഈ PR ചെയ്യുന്നവർക്ക് കട്ട് ചെയ്തിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് വേണ്ടേ? മനസ്സിലായ? ആ ക്ലിപ്പ് കൊടുക്കാനുള്ളത് അവരുടെ കഴിവ്. എന്നാലും വെറുതെ PR ചെയ്താൽ ആരും ജയിക്കൂല. അതെനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ് ബിഗ് ബോസ് വിന്നേഴ്സിനൊക്കെ. ബിഗ് ബോസ് ഓക്കെ, വേണ്ട, പുള്ളി വളരെ കൃത്യമായിട്ട് ഇവൻ പറയുന്നുണ്ട്. PR എന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇപ്പൊ ഈ സീസണിലുള്ള എല്ലാവർക്കും ഒരു തരത്തിലെങ്കിലും മറ്റേ തരത്തിൽ PR ഉണ്ടായിരുന്നു. ചിലവർ പെയ്ഡ് PR ആയിരിക്കും, ചിലവർ പൈസ കൊടുത്തിട്ട് പോയി, ചിലവർ അവരുടെ ഇഷ്ടത്തിന് വന്നവരായിരിക്കും. മനസ്സിലായോ? അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഇത് കണ്ട് അവരെന്ത് ചെയ്തു, പിന്നെ ഒരു PR ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പൈസ കൊടുത്തിട്ട് മാത്രമേ PR ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ വളരെ 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 മണ്ടനായിട്ടുള്ള അല്ലെങ്കിൽ മണ്ടത്തരമായിട്ടുള്ള ചിന്തകളാണ്. പൈസ ഒന്നും വേണ്ട PR. ഇപ്പൊ ഞാൻ പോയാൽ, ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു, ഞാൻ പോയാൽ എനിക്ക് പൈസയിൽ എനിക്ക് PR കൊടുക്കും. 10 ലക്ഷത്തിന്റെ, 15 ലക്ഷത്തിന്റെ, 20 ലക്ഷത്തിന്റെ PR കൊടുക്കാം. അതൊരു എഗ്രിമെന്റ് ആണ്.
ചിലവരത് എഗ്രിമെന്റ് ചെയ്തിട്ടാണ് പോകുന്നത്, ഇത്ര ദിവസം തന്നെ ഇത്ര രൂപ. അപ്പൊ എനിക്കിപ്പം ഒരു 50 ദിവസം നിൽക്കുമ്പോൾ എനിക്കൊരു ഒരു 20 ലക്ഷം രൂപ കിട്ടിയെന്ന് വെച്ചാൽ ആ 20 ലക്ഷത്തിൽ ഒരു 2 ലക്ഷം രൂപ 50 ദിവസം കിട്ടി അവന് കൊടുക്കുക, അല്ലെങ്കിൽ 2, 3, 5 കൊടുത്താൽ എനിക്ക് നഷ്ടമില്ല. കാരണം 50 ദിവസം എന്റെ കൈ നല്ല എടുത്ത് കൊടുക്കുന്നത് എനിക്ക് വരുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ബിൻസിയൊക്കെ വാദിക്കുമ്പോൾ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ PR ചെയ്തില്ല, അങ്ങനെയല്ല ബിൻസിക്ക് ഇതിനെക്കുറിച്ച് ABCD അറിഞ്ഞുകൂടാത്തതുകൊണ്ട് 5 പൈസ ഇല്ലെങ്കിലും PR ചെയ്യും. പക്ഷെ PR ഏറ്റെടുക്കണമെങ്കിൽ ഈ പറയുന്ന PR കൊണ്ട് കൊടുക്കുന്നവർ എങ്ങനെയാണെന്ന് നോക്കും. അവർക്ക് ഈ പറഞ്ഞതുപോലെ അവർക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം റീച്ച് ഉണ്ട്, അവർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഇവരെ PR ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വല്ല ഗുണമുണ്ട്, ഇതൊക്കെ നോക്കിയാണ് ഓരോരുത്തരുടെ PR സ്വീകരിക്കുന്നത്. അപ്പൊ ബിൻസി പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പിന്നെ ശാരികയെ പോലുള്ളവരൊക്കെ വന്ന് PR പറഞ്ഞാൽ ഓടുന്നു എന്ന് പറഞ്ഞ് ഓട്ടിച്ച് വിടത്തേ ഉള്ളൂ. അതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ സുജിത് ഭക്തന്റെ ഭാര്യ എന്ന് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കേസ്, അതും കൂടി നമുക്ക് ഇവിടെ വയ്ക്കാം. പൊതുവെ എനിക്ക് അനുമോളെ ഇഷ്ടമാണ്. ഞാൻ 99 ഡേ, അതായത് ഫസ്റ്റ് ഡേ തൊട്ട് ലാലേട്ടന്റെ പ്രീമിയർ എപ്പിസോഡ് തൊട്ട് ഗ്രാൻഡ് ഫിനാലെ വരെ ഞാനും അമ്മയും ഇന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഫുൾ എപ്പിസോഡ്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ലൈവിൽ കുറച്ച് കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടതില്ല വാട്ട് ഐ ഫെൽറ്റ്. ഞാൻ PR അല്ല, ദിസ് ഇസ് മൈ ജെന്വിൻ റിവ്യൂ. ഞാൻ പറയുന്നത് അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി ഹാസ് ബീൻ ദ സെയിം. അവൾ വഴക്കൂടത്തില്ല ഞാൻ പറയുന്നില്ല, വഴക്കൂടും, എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ നിൽക്കും, ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഒരാളാണ്. ബട്ട് ടു ടെൽ യു ദ ഫാക്ട്, ആ പെണ്ണ് ആദ്യം തൊട്ട് from the day she started in Big Boss, what I felt is she was a targeted person. അവളെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു എല്ലാവരും അവിടെ കളിച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ പറയുന്നു. ശരിക്കും do you think that Anmol is deserving for this? She deserves to win. Okay. അവളെ പറയാൻ ഇനി ഒന്നും. ഓക്കെ, ഇതാണ് ആര് പറഞ്ഞത്? സുജിത് ഭക്തന്റെ ഭാര്യ പറഞ്ഞത്. ഒരു വിവരമുള്ളവരൊക്കെ പറയുന്നത്, അതായത് ഡേ 1 തൊട്ട് ഫിനാലെ വരെ കണ്ട അവരുടെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഷീ ഡിസേർവ് ടു വിൻ. മനസ്സിലല്ല, അവിടെ വന്നവരെല്ലാവരും ടാർഗറ്റ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യപ്പെട്ടത് ഈ പറയുന്ന അനുമോളാണ്. അതുകൊണ്ട് അവള് ഡിസേർവ് ആണ് ജയിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവളുടെ PR കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത്. ഇത്രയും പറഞ്ഞിട്ടും ഇപ്പോഴും ഈ പറയുന്നത്, ഇപ്പോഴൊരു പോൾ ഇട്ടാൽ കൂടി, ഇപ്പൊ നമ്മളൊരു യൂട്യൂബ് പോൾ ഇട്ടാൽ കൂടി അവിടെയും ഈ പറയുന്ന അനുമോൾ തന്നെയാണ് വിജയിക്കുന്നത്. എന്തുകൊണ്ട് ഈ കമന്റ് ബോക്സിൽ ഇത്രയും വരുന്നില്ല, ഈ അനുമോളുടെ സപ്പോർട്ട് വരുന്നില്ല എന്ന് വെച്ചാൽ അവര് ഇവിടെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്തത്. അതായത് വീട്ടിലിരുന്ന് ഈ വീഡിയോ മാത്രം കാണുന്ന, അല്ലെങ്കിൽ ഒരു പോൾ വരുമ്പോൾ ശരി ഒരു പോൾ ഇട്ടിട്ട് പോവാം എന്നുള്ളതല്ലാതെ അവിടെ ചെന്ന് തർക്കിക്കാനോ അല്ലെങ്കിൽ അവളാണ് ഏറ്റവും ബെറ്റർ എന്ന് വാദിക്കാനോ ഒന്നും ആഗ്രഹമില്ലാത്ത വളരെ സാധാരണക്കാരായ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ പിന്നീട് ഈ പറയുന്ന പുറത്തോട്ട് അല്ലെങ്കിൽ കൂടുതൽ വിസിബിൾ ആകാൻ ആഗ്രഹിക്കാത്ത വീട്ടമ്മമാരാണ്. ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസ് ആണ്. ഒരു ഫാമിലി ആകുന്ന അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയ അവർക്ക് ആ ഒരു മൈൻഡ് വരത്തുള്ളൂ. മനസ്സിലായോ? ആ ഫാമിലി ഓഡിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഈ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് അതിനു വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ അല്ലെങ്കിൽ തന്റെ സപ്പോർട്ട് അനിമോൾക്ക് കൊടുക്കണം എന്ന് തോന്നുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ഒന്ന് പോൾ ചെയ്യുന്നു. അവർക്ക് വോട്ടിടുക, അവരുടെ ഇഷ്ടം അറിയിക്കുക, മര്യാദയ്ക്കിരിക്കുക, അല്ല ഒന്ന് തർക്കിക്കാനൊന്നും അവർക്ക് സൗകര്യമില്ല, സമയവുമില്ല, അതിനവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പോളിൽ, അവസാനം വന്ന പോളുകളിലും ഈ പറയുന്ന അനുമോള് ഏറ്റവും കൂടുതൽ ഇത്രയും പെർസെന്റേജിൽ 10-15% മുന്നിട്ട് നിന്ന് വിജയിക്കും. ഇപ്പോൾ ഇടുന്ന പോളുകളിൽ കൂടി ഇപ്പൊ PR എല്ലാം തീർന്നല്ലോ. PR ആണ് വോട്ടിടുന്നതാണ് നിങ്ങൾ വാദിക്കുന്നത്. PR ഒക്കെ കഴിഞ്ഞ് പൈസ കൊടുത്തെങ്കിൽ അവർ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോയി. ഇനിയും വന്ന് ഈ പോൾ ആരാണ് ഇടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക, കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുക. പിന്നീട് ഈ കരച്ചിലും ഈ പറയുന്ന മെഴുകലും ഈ പറയുന്ന മോങ്ങലൊക്കെ നിർത്തുക. നിങ്ങൾക്ക് ആർക്കും കഴിവില്ലായിരുന്നു, നിങ്ങൾക്ക് ആർക്കും ഒരു കഴിവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് എന്ത് ചെയ്ത് ഔട്ടായി പോയത്. കഴിവുള്ള, ബുദ്ധിയുള്ള, ഒരു തരത്തിൽ മൈൻഡ് ഗെയിം കളിച്ചവർ. നമ്മൾ വിചാരിക്കും ഈ പറയുന്ന അനിമോളൊന്നും മൈൻഡ് ഗെയിം അല്ല കളിച്ചത്, അവളൊക്കെ വളരെ കരഞ്ഞുകൊണ്ട് മാത്രം വോട്ട് പിടിച്ച് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഈ കരയുന്നതും ഒരു മൈൻഡ് ഗെയിം ആയിരുന്നു എന്നുള്ളതാണ്. അതായത് മൈൻഡ് ഗെയിം എങ്ങനെയാണ്? മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യുക. ആ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഗെയിമാണ് എടുക്കുന്നത്? എന്തോ ആയിക്കിട്ടും. അതിപ്പം ഈ പറയുന്നത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും, ചിലപ്പോൾ റിയൽ ആയിരിക്കും. പക്ഷെ ഈ പറയുന്ന പ്രേക്ഷകരുമായിട്ട് ഇതൊരു ഗെയിമാണ്. പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞാൽ അവരാണ് ബ്രില്യൻ ഗെയിം. അവർ കളിച്ച ഗെയിമാണ് ബ്രില്യൻ ഗെയിം, അല്ലേ? അവരാണ് മെയിൻ ഗെയിം കളിച്ചത്, അവരാണ് എന്ത് ചെയ്ത് പ്രേക്ഷകരുടെ മൈൻഡുമായിട്ട് കളിച്ചത്, അവരാണ് നിങ്ങൾ സമ്മതിക്കേണ്ടത്. ഇതാണ് ട്രൂ, ഇതാണ് ഇതിനകത്തുള്ള പരമമായ സത്യം. ഇതാണ് നിങ്ങളെക്കാളും നിങ്ങൾ 25 പേരിൽ ബാക്കി 25 ആൾക്കാരെക്കാളും ഏറ്റവും കൂടുതൽ മൈൻഡ് ഗെയിം കളിച്ചതും ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായിട്ട് കളിച്ചതും ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തതും ഒക്കെ അനുമോളായിരുന്നു. അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് അവളോട് ഇഷ്ടം തോന്നിയതും ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവർ ജയിച്ചത്. നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.